ഓം. സംസ്കൃതം ഒരു തീർത്ഥയാത്ര. ഭാഗം 5. സുവിജ്ഞരായ പുണ്യാത്മാക്കളെ പ്രണാമം പ്രണാമം. ഇന്നത്തെ സത്സംഗം കാവ്യാത്മക ഉൾക്കാഴ്ച 2ാം ഭാഗമാണ്. ഭൂമി നമ്മുടെ മാതാവാണ്. മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യാഹ എന്ന വൈദിക മന്ത്രം ശ്രദ്ധിച്ചാലും ആ ഭൂമാതാവിൻ്റെ ജനയിതാവായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ കവിയുടെ ഗീതം കൂടുതൽ ഭാവാത്മകമാകുന്നു. ശാശ്വത ക്രമധർമ്മശക്തിയാൽ പൂവും കായും നിറയുന്ന സസ്യങ്ങളും നദികളും ഭൂമിയെ ഭാസുരമാക്കുന്നു, സുന്ദരമാക്കുന്നു. ഈശ്വരൻ പ്രകൃതിയുടെയും സജീവ ലോകത്തിൻ്റെയും സൃഷ്ടാവാണ്. തൃഷ്ണയുടെ ഉദ്ദീപകൻ കൂടിയാണ് ഈശ്വരൻ. ഊർധ്വമൂലമധശാഖം അശ്വത്ഥഗീതം വളരെ പ്രസിദ്ധമായൊരു സന്ദർഭമാണ്. ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് പരാശക്തിയുടെ അവരോഹണം ഉണ്ടാകുന്നു. ഈ ഗീതത്തിൽ പഞ്ചഭൂതങ്ങളുടെയും ജന്തുലോകത്തിൻ്റെയും ആവിർഭാവത്തെ വർണ്ണിക്കുന്നു. മനുഷ്യൻ്റെ വാസനകളും കഴിവുകളും ഈശ്വരനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പ്രകൃതിക്രമങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ശാസ്ത്രം അന്വേഷിക്കുന്നു. ക്രിയ പല വിധത്തിലുണ്ട്. കർമ്മങ്ങൾ 2 വിധത്തിലാണ് പ്രധാനമായിട്ടും. അതിൻ്റെ പുറമേയുള്ള ലക്ഷ്യത്തിൻ്റെ മാർഗവും അതിൽ തന്നെയുള്ള സ്വയംക്ഷമ പര്യവസാനവും ഇതിന് 2 വിധത്തിൽ ക്രിയകൾ, കർമ്മങ്ങൾ. ആദായപരമായ വ്യാപാരം ആദ്യത്തേതാണ്. ജീവസന്ധാരണാർത്ഥമാണ് നാം പണിയെടുക്കുന്നത് എന്ന മാർഗം 2ാമത്തേതാണ്. ഒരിടത്ത് ദൈവത്തെ ഒരു നർത്തകനായിട്ട് വൈദിക ഋഷി കവി കാണുന്നു. നൃത്തം ചലനത്തിൻ്റെ സൗന്ദര്യമാണ്. നിരുപാധിക ബ്രഹ്മം നിശ്ചേഷ്ടനാണ്. ദൈവം കവിയാണ്. ശക്തിയുടെ ഓരോ ആവിഷ്കരണവും കാവ്യാത്മക മൂല്യം ഉള്ളതാണ്. സുന്ദര രൂപമാണ്. വിശ്വസൃഷ്ടിയെയും ഒരു കാവ്യാത്മക സർഗക്രിയയായിട്ട് കാണാൻ കഴിയും. ഒരു കുംഭകാരന് സൃഷ്ടി നടത്താൻ മറ്റ് വസ്തുക്കളെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്നാൽ കാവ്യ ഗീത സൃഷ്ടിക്ക് സ്വന്തം ദേഹി മാത്രം മതി. യജ്ഞത്തിൽ വസന്തം നവനീതമാണ്. ഗ്രീഷ്മം ഇന്ധനമാണ്. ശരത് ഹവ്യവുമാണ്. ഈ പ്രപഞ്ചം ദൈവത്തിൽ നിന്ന് അന്യമല്ല. ദൈവം അതിലെ സർവവ്യാപിയായ പരമ്പൊരുളാണ്. അവിടെയും ദൈവം നിലീനമായി വസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവ്യത അദ്ദേഹത്തെ
അതായത് ദൈവത്തെ മനുഷ്യമധ്യത്തിൽ നിന്ന് അകറ്റുന്നില്ല. ദൈവം മനുഷ്യൻ തന്നെയാണ്. ഈശ്വരൻ അനശ്വര നിയമങ്ങളുടെ ധർമാധ്യക്ഷനാണ്. വരുണൻ മനുഷ്യരാശിയുടെ ദൈവമാണ്. അറിഞ്ഞോ അറിയാതെയോ തന്നിൽ നിന്നും വല്ല തെറ്റും കുറ്റവും വന്നു പോയിട്ടുണ്ടെങ്കിൽ വരുണ ഭഗവാനോട് മാപ്പ് ചോദിക്കുന്നു, അപേക്ഷിക്കുന്നു. കറയറ്റ ജീവിതം അനുഷ്ഠിക്കുന്നവരെ മാത്രമാണ് ഈശ്വരൻ രക്ഷിക്കുന്നത്, സഹായിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ ബന്ധു ദൈവമാണ്. വൈദിക സ്തുതികൾ നിഷ്കളങ്കവും ഹൃദയാവർജകവുമാണ്. ഈശ്വരൻ ഇഷ്ടാതിഥിയെ, ഇഷ്ടപ്പെട്ട മിത്രത്തെ, പ്രിയമിത്രത്തെ ആദരവോടുകൂടി സ്വീകരിച്ച് സൽക്കരിക്കുന്നു. ഈശ്വരൻ ദൈവം കാമുകനും പ്രേയസിയുമാണ്. കാന്തനും കാന്തയുമായി സങ്കൽപ്പിക്കുക, കൽപ്പിക്കപ്പെടുന്നു. ഭർത്താവ് ഭാര്യയെ എന്ന പോലെ ജഗദീശ്വരൻ മോക്ഷദായകനാണ്. നമ്മളെ എല്ലാവരെയും രക്ഷിക്കുന്നു, ഭാര്യയെ ഭർത്താവ് രക്ഷിക്കുന്നത് പോലെ. ആ ഈശ്വരൻ നമ്മളെ കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ഭർത്താവിന് തുല്യമായിട്ട് കരുതുന്നു. സാധ്യമായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള പത്നി. എല്ലാ രീതിയിലും കുടുംബിനിയായിട്ടോ ഗൃഹനാഥയായിട്ടോ ഉത്തമനായ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ കാണുന്നു. ഈശ്വരൻ നമ്മുടെ എല്ലാവരുടെയും രക്ഷകനും ശുഭ ഈച്ഛ പകർന്നു തരുന്നവനും ഭാഗ്യവിധാതാവുമാണ്. വൈദിക സങ്കല്പങ്ങളാണ് ഇവയെല്ലാം. വ്യക്തിയെക്കുറിച്ചും ഗാർഹിക ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുമൊക്കെ വൈദിക കാലം മുതൽ കവികളായ ഋഷിമാർ ചിന്തിച്ചു വരുന്നു. കവിഭാവന പ്രകൃതിക്രമത്തിൽ നിന്ന് സങ്കല്പകഥകൾ സൃഷ്ടിച്ചു. ആധ്യാത്മിക ബോധം ഈ കഥകളെ കൂടുതൽ അർത്ഥവത്താക്കി. കാവ്യദൃഷ്ടിയ മൂർത്തിമത്തായ ദൈവത്തിൻ്റെ സന്നിധാനത്തിലെത്തി മനസ്സും ഹൃദയവും അവിടെ നിന്നില്ല. അവ ധ്യാനം തുടങ്ങുന്നു. അവ മൂർത്തിമത്തായ ഒരു വ്യവസ്ഥയുടെ സങ്കല്പത്തിലെത്തി. ആ വ്യവസ്ഥ ജഡപ്രകൃതിയുടെയും സജീവ ലോകത്തിൻ്റെയും ചിത്തവ്യാപാരത്തിൻ്റെയും പ്രവർത്തനമുറകളുടെ രേഖകളെ ഏകീകരിച്ചു. നിയന്ത്രിതമായ ഒരു വിപുല സാമ്രാജ്യം പടുത്തുയർത്തി. തെളിഞ്ഞ ആകാശത്തിൽ പ്രകാശമായി ഈശ്വരൻ അഥവാ ദൈവം വിളങ്ങുന്നു. ഋഗ്വേദം സൂക്തമാണ് ഇത് വ്യക്തമാക്കുന്നത്. അന്തരീക്ഷത്തിൽ അത് വായുവായി വിഹരിക്കുന്നു ഈശ്വരൻ. ഹോമകുണ്ഡത്തിൽ അഗ്നിയായി
ദൈവം ജ്വലിക്കുന്നു. അതിഥിയായി ഭവനത്തിൽ ഭാസിക്കുന്നു. മനുഷ്യനിൽ ചൈതന്യമായി ദൈവം വർത്തിക്കുന്നു. എങ്ങും നൈതിക ക്രമമായി ദൈവം വാണരുളുന്നു. പരമശക്തിയായി പരിശോഭിക്കുകയും ചെയ്യുന്നു. എങ്ങും ഈശ്വരൻ തന്നെയാണ് പ്രകാശിക്കുന്നത്. ദൈവം ശുദ്ധ തത്വമാണ്, സത്തയാണ്. അസ്തിത്വമാണ് പരാശക്തിയുടെ പ്രഥമ ഗുണം. അത് നിയമക്രമമാണ്. ഈ ക്രമത്തിൽ നിന്നും ദേവന്മാർ ശക്തി നേടുന്നു. മാറ്റമില്ലാതെയുള്ള പ്രപഞ്ചക്രമത്തെ ദൈവം എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. നാസ്തികന്മാരെ ഇന്ദ്രൻ പല കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ശാശ്വത നിയമത്തിൻ്റെ ശാസനങ്ങളാണ് ഈശ്വരനെ ശക്തനാക്കുന്നത്. ഒരു മഹാവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ഗോളങ്ങളും സൂര്യനും സ്വപഥങ്ങളിൽ സഞ്ചരിക്കുന്നത്. പ്രകൃതിയിലുള്ള ഈ ക്രമത്തിൻ്റെ തുടർച്ചയും പരിണാമവുമാണ് മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതം. അസ്തിത്വം എന്ന സങ്കല്പത്തിൻ്റെ വ്യവസ്ഥ വൈദിക സാഹിത്യത്തിൽ രൂപം പ്രാപിച്ചു. സത്ത അഥവാ സത് എന്ന പദത്തിൻ്റെ അർത്ഥം ദാർശനിക ചിന്തയിൽ യാഥാർത്ഥ്യം അഥവാ ഉന്മ എന്നാണ്. യാഥാർത്ഥ്യം ചിതറിക്കിടക്കുന്ന വസ്തുക്കളല്ല, അവയുടെ ക്രമീകൃത വ്യവസ്ഥയാണ്. പരമസത്യമായ ദൈവം ശാശ്വത നിയമത്തിലൂടെ അഥവാ ഋതത്തിലൂടെ സ്വയം വെളിപ്പെടുന്നു. പ്രകൃതിയുടെ അനുഗ്രഹം അനുഭവിക്കുന്നതിന് ധർമ്മനിഷ്ഠ വേണം. വേദകവി പ്രകൃതിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷപ്രദങ്ങളാകട്ടെ ജീവിതം, തൃപ്തികരമാകട്ടെ മാനവ ജീവിതം. ആകാശം സന്തോഷപ്രദമാകട്ടെ. ഇങ്ങനെ എവിടെയും പ്രത്യാശയോടുകൂടിയ സങ്കല്പവും പ്രാർത്ഥനയും കാണുന്നു വേദകവിതകളിൽ. ഈശ്വരത നിത്യനൂതന ധർമ്മമനുസരിച്ച് ജീവിക്കാൻ പ്രകൃതി അനുകൂലമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ശാശ്വത ധർമ്മം പ്രകൃതി നിയമത്തിൻ്റെ ഉദ്ഭവ സ്ഥാനമാണ്. അത് പ്രകൃതി ഭ്രമങ്ങളെയും ക്രമങ്ങളെയും സമുദായ ധാർമ്മിക ക്രമങ്ങളെയും നിലനിർത്തുന്ന ഗ്രഹനക്ഷത്രങ്ങളുടെ നിലയനുസരിച്ച് മനുഷ്യന് ഗുണദോഷങ്ങൾ വന്നും പോയും ഭവിക്കും. ധാർമ്മിക ജീവിതത്തിൽ ഋതം രൂക്ഷവും ഭീകരവും ആണെന്ന് പറയപ്പെടുന്നു. ബൃഹസ്പതി പ്രകാശത്തിൻ്റെ ശത്രുക്കളെ അടക്കാനും പാപികളെ നശിപ്പിക്കാനും ഭയജനകമായ ഋതത്തിലേറെ സഞ്ചരിക്കുന്നു. മനുഷ്യലോകത്തിൽ ധാർമ്മികമായ വ്യവസ്ഥ പരമാവശ്യമാണ്.
ആദിമകാലത്ത് സദാചാരത്തിൻ്റെ പിന്താങ്ങ് ഭയമായിരുന്നു. ധർമ്മലംഘനം കൊണ്ട് ശിക്ഷിക്കപ്പെടുമെന്ന് വേദകാലം മുതൽ ചിന്തിച്ചു വരുന്നു. അതുപോലെ ഈശ്വരീയമായ ചിന്ത ഉണർത്തിക്കൊണ്ട് എല്ലാ ധർമ്മസങ്കടങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കവി ഉപദേശിക്കുന്നു. വൈദിക കവി ധർമ്മം പാലിക്കുന്നവനും ധാർമ്മികമായ ചിന്ത ഉള്ളവനും സദാചാരത്തെ സംബന്ധിച്ചുള്ള ബോധമുള്ളവനും മനഃശാസ്ത്രപരമായിട്ട് ഉദ്ഗതിയിലേക്ക് ഉയർന്നുയർന്നു പോകുന്നു. എല്ലാ പ്രവൃത്തികളുടെയും ഉത്പത്തിസ്ഥാനം മനസ്സാണ്. ആ മനസ്സിനെ ശക്തി നേടുവാനാണ് വേദത്തിലെ പ്രാർത്ഥന. പ്രജ്ഞയ്ക്കും ബുദ്ധിക്കും സ്മരണയ്ക്കും ആധാരമായിട്ടുള്ള അമരമായ അന്തർജ്യോതിസായിട്ട് ഉള്ളിൽ അധിവസിക്കുന്ന ഏത് പ്രവൃത്തിക്കും ഒഴിച്ചുകൂടാൻ നിവൃത്തിയില്ലാത്ത പ്രേരകശക്തിയായ ചിത്തം ശിവമായിട്ടുള്ളത് മാത്രമാണ് സങ്കല്പിക്കുന്നത് എന്നിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. സാരഥി അശ്വത്തെ എന്ന പോലെ മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കണം ഋഷി ഉപദേശിക്കുന്നു. ആ മനസ്സ് ശിവമായത് മാത്രം സങ്കല്പിക്കണം. ഇത് യജുർവേദ പ്രാർത്ഥനയാണ്. വിശ്വത്തിലെങ്ങു നിന്നും ഭദ്രചിന്തകൾ നമുക്ക് വന്നു ചേരുന്നതിന് ഈശ്വരൻ സഹായിക്കട്ടെ. ഏകദൈവം തന്നെ ശാശ്വത ധർമ്മത്തിൻ്റെ മൂർത്തീകരണമായി കാണപ്പെടണം. ഭൂമി നിലയുറച്ച് നിൽക്കുന്നത് സത്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ദൈവം ആ സത്യത്തിൻ്റെ പ്രകാശമാണ്, പ്രകാശകനും ആണ്. ബുദ്ധമതത്തെ പോലെ ആദ്യകാലത്തെ സാഖ്യവാദത്തെ പോലെയും, അതായത് ബുദ്ധമതം സാഖ്യമതം, അതുപോലെ അവർ ചിന്തിച്ചതുപോലെ ഈശ്വരൻ എന്ന ആശയം നിരാകരിച്ച മതങ്ങൾ വേറെയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ. അതിനെ നാസ്തികം എന്നാണ് പറയുന്നത്, നിരീശ്വരവാദികൾ. അത് ധർമ്മം എന്ന പദത്തെ നിരാകരിക്കുന്നതുമില്ല. ബൗദ്ധ മതവും സാഖ്യമതവും ധർമ്മത്തെ നിരാകരിക്കുന്നില്ല, അന്ധവിശ്വാസത്തെയാണ് നിരാകരിച്ചിരുന്നത്. ധർമ്മം സദാചാരത്തിൻ്റെ ആധാര തത്വമാണ്. അതിനെ ബുദ്ധമതവും സാഖ്യമതവും ഉൾക്കൊണ്ടിരുന്നു. ആ മാർഗത്തിലൂടെ ബൗദ്ധന്മാരും സാഖ്യന്മാരും ചരിക്കുകയും ചെയ്തിരുന്നു. വേദകാലധിഷണ അത്യന്തം തീക്ഷ്ണവും ഗൗരവാന്വിതവുമായിരുന്നു. സത്യം, ഗുണം, സൗന്ദര്യം എന്ന 3 മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നു. അത് ദൈവത്തെ ആരാഞ്ഞ് ദൈവത്തെ അനുഭൂതിയിലൂടെ അറിയാനും സഹായിച്ചു. ദൈവം മൂല്യത്തിൻ്റെ ഉറവിടമാണ്. ദൈവം സത്യസ്വരൂപനാണ്. നാം നമ്മുടെ മന്ത്രങ്ങൾ കൊണ്ട് സദ്ഗുണങ്ങളുടെ അശേഷനായ സവിതാവിനെ
വിശ്വദേവനായി അംഗീകരിക്കുന്നു. ആ സവിതാവിൻ്റെ ശാസനകൾ നിത്യസത്യമാണ്. നല്ലതായ എല്ലാത്തിൻ്റെയും ഉറവിടം സത്യവും ധർമ്മവും സ്നേഹവും ശാന്തിയുമാണ്. എല്ലാ ദുരിതങ്ങളും അകറ്റട്ടെ, ഇല്ലാതാക്കി തരട്ടെ ഈശ്വരൻ. ഭദ്രമായതെല്ലാം നമുക്ക് തരട്ടെ. എല്ലാ സുന്ദര വസ്തുക്കളുടെയും ഉറവിടം ദൈവമാണ്, സവിതാവാണ്. വേദകാലത്തിലെ കാവ്യാത്മകമായ ആര്യചിന്ത സൗന്ദര്യത്തിലേക്ക് ആകർഷിക്കപ്പെടുത്തുന്നതാണ്, സൗന്ദര്യത്തിലേക്ക് ആകർഷിക്കുന്നവയാണ്. സൗന്ദര്യം മിഥ്യാബോധമല്ല, ശാശ്വത വ്യവസ്ഥയുടെ ലാക്ഷണിക ഗുണമാണ്. ശാശ്വത ധർമ്മത്തിൻ്റെ അടിത്തറ ഉറച്ചതായിരുന്നു, ബലിഷ്ഠമായിരുന്നു, ഉറപ്പുള്ളതായിരുന്നു. അതിൻ്റെ സുന്ദരാകൃതിയിൽ അനവധി രമണീയ വസ്തുക്കളുണ്ട്. ധർമ്മം മൂലം അവ നമുക്ക് നീണാൾ നിൽക്കുന്ന പോഷകമാകട്ടെ എന്നും പ്രാർത്ഥിച്ചു. ധർമ്മം മൂലമാണ് ലോകങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പ്രശോഭിക്കുന്നത്. ധർമ്മം മൂലമാണ് എല്ലാം നിയന്ത്രിതമായി നിൽക്കുന്നത്. അന്തർജ്ഞാനഗമ്യവും അഥവാ അന്തർജ്ഞാനജന്യവും ഗമ്യവുമായിട്ടുള്ള കാവ്യാത്മകമായ ചിന്ത, അതിൻ്റെ ആശയം, അതൊരു വലയം സൃഷ്ടിക്കുന്നു, നമ്മളുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ആധാരമായി ശാശ്വത ധർമ്മം നിലകൊള്ളുന്നു. ആ നിയമത്തിൻ്റെ ശാസനയ്ക്കനുസരിച്ച് ഭൗതിക പ്രതിഭാസങ്ങളുടെ അരാജകാർഭാടം അടങ്ങി പ്രകൃതി വ്യവസ്ഥയുണ്ടായി. ഇതാണ് ജീവിതത്തെ പരിപോഷിച്ച് നിലനിർത്തുവാൻ സഹായിക്കുന്നത്. ജന്തുജീവിത നിലവാരത്തിൽ നിന്ന് സൗന്ദര്യ ദർശനത്തിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ വിശ്വസൗന്ദര്യമാകട്ടെ വിശ്വത്തിൻ്റെ ഉറവിടം ഉൾക്കൊള്ളുന്ന സൗന്ദര്യത്തിൻ്റെ പ്രതിഫലനവും ആണ്. സ്വസ്തിയസ്തു, ശുഭമസ്തു.